മദ്രസകളോട് എന്തിനാണ് ഇത്ര വെറുപ്പ്? അതും പ്രത്യേകിച്ച് ബംഗാളിൽ അധികാരത്തിലേറ്റ ബി.ജെ.പിക്ക് സുവേന്ദു അധികാരിക്ക്. ജൂലൈ 5-നുള്ളിൽ കംപ്ലീറ്റ് ഫുൾ ഡീറ്റെയിൽസ് മദ്രസകളെ കുറിച്ച് ലഭിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിനൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ നീക്കത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താ? യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറകിലുള്ള രാഷ്ട്രീയമാണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമ്മൾ ഇവിടെ നിന്നിട്ട് ഈ മദ്രസ എന്ന് കേൾക്കുമ്പോൾ ജനത്തിനൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ഇത് ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ടുള്ള മദ്രസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസ സ്ഥാപനങ്ങളാണ്. ഇനി അത് കൂടാതെയും മദ്രസകളോടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ കണക്ക് പുള്ളി എടുത്തോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലളിതമായി ജനത്തിനോട് പറഞ്ഞാൽ 1951 അവിടെ ഉണ്ടായിട്ടുള്ള ഒരു മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് 19.58 അല്ലെങ്കിൽ 20% അതിപ്പോൾ ഏതാണ്ട് 28-30% എത്തിയിട്ടുണ്ട്. സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഹിന്ദു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 79-78% അതിപ്പോൾ 70% എത്തിയിട്ടുണ്ട്. ആ 70% എത്തിയത് കൊണ്ട് ഇവർക്ക് അതിലൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ 70% ആളുകളെ ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അവർ ജയിച്ചേക്കുന്നത് 70% ആളുകളുടെ വോട്ട് മാത്രം മേടിച്ചുകൊണ്ടല്ല, പകരം മറ്റവരുടെ വോട്ടുകളൊക്കെ തന്നെ സ്പ്ലിറ്റ് ചെയ്തതുകൊണ്ടാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ 1,20,000 വോട്ടുണ്ടായിരുന്ന പല മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ടുകൾ 60,000 കുറച്ചതിന്റെ കാര്യം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളെ നിർത്തിയിട്ട്, അതായത് ഹുമയൂൺ കബീറും അസദുദ്ദീൻ ഒവൈസിയും ഇതുപോലെയുള്ള ആളുകളെ നിർത്തി മാറ്റിയതുകൊണ്ടാണ്. അപ്പൊ അത്തരത്തില് ഇനി ഈ അത്തരത്തിലുള്ള നടപടികളാണ് ഇതിന് ശേഷം എടുത്തേക്കണം. അതിൽ ഒന്നാമത്തെ നടപടിയാണ് ബംഗ്ലാദേശികൾ ഇവിടെ നിന്ന് പറഞ്ഞുവിടും, ജൽദി ഭാഗോ എന്ന് പറയുന്ന. രണ്ടാമത്തെ നടപടിയാണ് ഈ പറയുന്ന എന്തായാലും ഈ മുസ്ലിം സമുദായത്തിൻ്റെ നിന്നുള്ള വോട്ട് അവർക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെടുക്കുന്ന നടപടിയാണ് മദ്രസകളുടെ ലിസ്റ്റ് എടുക്കേണ്ടത്. ലിസ്റ്റ് ഒന്നും എടുക്കുന്നതിന് യാതൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ലിസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ തവണ തന്നെ ഏതാണ്ട് അവിടെ 12th അതുപോലെ തന്നെ പഠനത്തിലും ഒക്കെ അങ്ങനെ ബാക്കി അവിടെയുള്ള മദ്രസകളിൽ ഗൗതം ഉദ്ദേശിക്കുന്ന പോലെ മറ്റേ മുസ്ലിം സമുദായത്തിലെ ആളുകൾ മാത്രമല്ല പോകുന്നത്. അവിടെയും കൃത്യമായിട്ട് സ്കൂളുകളില്ല. ഈ മദ്രസ ബോർഡിന്റെ കീഴിലുള്ള സ്കൂളുകളിലേക്ക് തന്നെയാണ്, അത് നല്ല സ്കൂളുകളാണ്. അവിടെ കൃത്യമായിട്ട് ഹിന്ദുക്കളടക്കമുള്ള ആളുകൾ വന്ന് പഠിക്കുന്ന സ്കൂളാണെന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ഏത് വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അതിൽ ഒരു വർഷത്തിൽ 1, 2, 3 കേരള സ്റ്റേറ്റിന്റെ റാങ്ക് തന്നെ അത്തരം മദ്രസകളിൽ പഠിക്കുന്ന മറ്റു മതസ്ഥരായിട്ടുള്ള കുട്ടികൾക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് വലിയ എൻട്രൻസ് പരീക്ഷകൾ പോലും അവിടെ നിന്നുള്ള കുട്ടികൾക്ക് ഒരുപാട് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഇവിടെ കേരളത്തിലിരുന്ന് മദ്രസ എന്ന് പറയുന്ന ലെവലിൽ അതിനെ കാണരുത്. ഒന്ന്. രണ്ടാമത്തത്, ഇതിന്റെ പിന്നിലുള്ളതെല്ലാം തന്നെ ബി.ജെ.പിയുടെ പൊളിറ്റിക്സ് ആണ്. ആ ബി.ജെ.പിയുടെ പൊളിറ്റിക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു നടപടികൾ എടുക്കുന്നു. ഇനിയിപ്പോ അവർ ഈ ലിസ്റ്റുകൾ മുഴുവൻ എടുത്തിട്ട് വലിയ തോതിലുള്ള ഇറഗുലാരിറ്റീസും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്, കണ്ടെത്താൻ പോകുന്നത്. മനസ്സിലായി? അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്, സിലബസ്, എത്രത്തോളം നമ്പേഴ്സ് ഉണ്ട്, അത് എയ്ഡഡ് ആണോ അൺഎയ്ഡഡ് ആണോ. എയ്ഡഡ് ആയിട്ടും അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരുപാട് എയ്ഡഡ് ആയിട്ട് കൊടുക്കുന്ന ഒരുപാട് മദ്രസകളുണ്ട്. ആ മദ്രസകളുടെ പുറത്തേക്കും ചിലപ്പോൾ നടപടി ഉണ്ടാവുമ്പോയിരിക്കും. പക്ഷെ അങ്ങനെ 14 സംഭവിക്കുക, അവിടെ പഠിക്കുന്ന മുഴുവൻ ഒരു മുസ്ലിം സമുദായത്തിലെ കുട്ടികൾ മാത്രമല്ല. അവിടെ ഞാൻ പറഞ്ഞ മുസ്ലിം സമുദായത്തിലെ കുട്ടികളാണെങ്കിലും അത് ഒഴിവാക്കരുത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് മാത്രമല്ല മറ്റുള്ള നിരവധി മാന്യമതസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവിടെ മദ്രസകളിൽ പഠിക്കുന്നുണ്ട്. എന്താ പഠിക്കുന്നവര്? അവര് പഠിക്കുന്നത് സാധാരണ എഡ്യൂക്കേഷൻ ആണ്. സാധാരണ സ്കൂളുകൾ തന്നെയാണ്. അത് മദ്രസ ബോർഡിന്റെ കീഴിലാണ്. ഒക്കെ അതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന മതപഠനം, അത് ആവശ്യമുള്ളവർക്ക് പഠിക്കാമെന്ന് പറയുന്ന ഓപ്ഷണലായി കൊടുത്തേക്കുന്ന സംഭവമാണ്. അല്ലാതെ ഇതിനകത്ത് മറ്റേ വലിയ ഇത്തരം കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞ പോലെ ഈ പല പണ്ഡിതരുടെയും ഫോണ് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായി, ഇവരെന്ത് വീഡിയോ ആണ് കാണുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ മദ്രസകൾ കൃത്യമായിട്ട് നിരീക്ഷണത്തിൽ വരണ്ടേ? അല്ല, മദ്രസകൾ നിരീക്ഷണത്തിൽ വരണ്ടെന്ന് ആര് പറഞ്ഞു? സ്റ്റേറ്റ് മദ്രസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസകൾ അപ്പൊ ഇത്രയും കാലം നിരീക്ഷണത്തിലല്ലാതെ വേറെ അപ്പുറത്ത് വേറെ ബംഗ്ലാദേശികൾ ആരെങ്കിലും വന്ന് നിരീക്ഷിക്കായിരുന്നു? ഇവിടെ നിരീക്ഷണത്തിൽ തന്നെയാണ് സുഹൃത്തിയത്. പക്ഷെ നാളെ ഇപ്പൊ ഇവിടുത്തെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിലുള്ള കോളേജുകളോ അല്ലെങ്കിൽ മുസ്ലിം മാനേജ്മെന്റ് കീഴിലുള്ള കോളേജുകളോ നിരീക്ഷിക്കാം എന്ന് പ്രത്യേകമായിട്ട് ഓർഡർ ഇടേണ്ട ആവശ്യമില്ല. ശരിയാണ്, ബംഗാളിൽ ഇരിക്കുന്നവരൊന്നും ദൈവം ഇത്ര കാലം നിരീക്ഷണമില്ലെന്ന് തോന്നും. അല്ല, വാസ്തവം എന്താ? ഇവിടെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കണേ. ഇവിടെ കൃത്യമായി നിരീക്ഷിക്കുകയും അതിന് കൃത്യമായി ബോർഡ് ഉണ്ടാക്കുകയും ഓരോ കുട്ടികളെയും SLC ഇപ്പോൾ മലപ്പുറത്തോ അല്ലെങ്കിൽ MESന്റെ അടക്കം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ അടക്കം CMIയുടെ അടക്കം അല്ലെങ്കിൽ രാജഗിരിയുടെ അടക്കം നിരവധി സ്കൂളുകളിൽ പരീക്ഷ നടത്തുന്നതെല്ലാം കൃത്യമായി നമ്മുടെ സിലബസ് അനുസരിച്ച് നമ്മുടെ ബോർഡ് വെച്ചിട്ടും ഒക്കെ തന്നെയല്ലേ. അത് നിരീക്ഷിക്കേണ്ടത് ആര് പറഞ്ഞു? പക്ഷേ
ഈ പറയുന്ന ഇത് വളരെ നിഷ്കളങ്കമായ അങ്ങനെ നിരീക്ഷിക്കണം എന്നുള്ള ലെവലിൽ ഇതിനെ കാണാൻ കഴിയില്ല. കാണാൻ കഴിയാത്തതിന്റെ കാര്യം എന്താ? ഒരു മുഖ്യമന്ത്രി പറയേണ്ട വാചകമാണ് ഇത്. ജൽദി ഭാഗോ എന്നാരോട്? ആരോടെ? ബംഗ്ലാദേശികളോട്. അങ്ങനെയാണ് ചെയ്യേണ്ട. ഈ പറഞ്ഞ പോലെ ഡിക്റ്ററ്റ്, ഡിലീറ്റ്, ഡിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടാക്കുന്നത് എന്തിനാണ് ആ മോഡൽ ഉണ്ടാക്കുന്നത്? പിന്നെ ഞാൻ പറയുന്നത് ഇനി മോഡലൊക്കെ നിങ്ങൾ ഉണ്ടാക്കിക്കോ, എങ്കിൽ പോലും ഒരു മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണ്ടേ? അവരോട് എത്രയും പെട്ടെന്ന് ഇന്ത്യ വിട്ട് പോകണം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ വേഗം ഓട് എന്ന് പറയുന്നത് പറഞ്ഞ രീതിയാണ് തെറ്റി. ആ പറഞ്ഞ രീതിയിൽ അവരുടെ മനസ്സ് കൂടിയുണ്ട്. ആ പറഞ്ഞ രീതി അയ്യോ ഗൗതം വളരെ നിഷ്കളങ്കമായ അങ്ങനെ വിചാരിക്കരുത്. പറഞ്ഞ രീതി തെറ്റിപ്പോയതല്ല. ഇത് അവിടെ കയ്യടി കിട്ടണമെങ്കിൽ ഇത് പറയണമെന്നുള്ളതുകൊണ്ടാണ് പുള്ളി ഇത് പറയുന്നത്. ചാർജറാക്കാൻ വേണ്ടിയിട്ട് അത് പറയണം. അല്ലാതെ മറ്റേ ഈ സുവേന്ദു അധികാരിക്ക് യാതൊരു പ്രശ്നവുമില്ല. സുവേന്ദു അധികാരിക്ക് അങ്ങനെ അയാള് 5 കൊല്ലം മുമ്പ് വരെ തൃണമൂൽ കോൺഗ്രസിലായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ബംഗ്ലാദേശികളെയും പാകിസ്ഥാനെയൊക്കെ ഇങ്ങനെ വെറുക്കുന്നത്? ഏതാ ജനം വെറുക്കുന്നതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുത്ത് ഞാൻ ഇവിടെ നിന്ന് വിശദീകരിക്കാം. അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞല്ലോ. ഏതാ അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് ആളുകൾ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് പറഞ്ഞാൽ മതി. ഇപ്പോഴും കേരളത്തിലുള്ള സംഭവം എന്താ? ഓരോ വീഡിയോ എടുക്കുമ്പോൾ കയറണമെങ്കിൽ ഈ പറയുന്ന പോലെ വീഡിയോ കയറണമെങ്കിൽ നമ്മൾ ചെറിയ വെറുപ്പ് എന്ത് ചെയ്യണം? ആർക്കെങ്കിലും എതിരെ പറയണം, എന്നാലേ വേറൊരു വിഭാഗം വീഡിയോ ഏറ്റെടുക്കുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പതുക്കെ ജനത്തിന്റെ മനസ്സിനെ എത്തിച്ചിട്ടുണ്ട്. അത് ബംഗാളിലും എത്തിച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ നിരവധി സ്റ്റേറ്റുകളിലും എത്തിച്ചിട്ടുണ്ട്. ഇനി നേരെ തിരിച്ച് ഗൗതത്തോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചില്ല, ഞാൻ അങ്ങോട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ കറുത്തവര് മോശക്കാരാന്ന് പറയുന്ന ധാരണ എങ്ങനെ അമേരിക്കയിൽ വന്നു എന്ന് പറഞ്ഞേ? എങ്ങനെ കറുത്തവരൊക്കെ കൂടി രാവിലെ പിടിച്ച് വെളുത്തവരൊക്കെ അടിച്ച എന്താ? അപ്പൊ ഒരു ധാരണ എന്ത് ചെയ്താണ് ജനങ്ങളുടെ മനസ്സിലേക്ക് പൂർണ്ണമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് 100 ക്രിമിനൽ കേസ് ഉണ്ടാകുമ്പോൾ അതിൽ 20 എണ്ണം ഇവരാണ് പെടുന്നതെങ്കിൽ ദൈവം ഇത്ര വലിയ ക്രൂരന്മാരാണ് എന്ന് പറയുന്ന ഒരു നരേറ്റീവോടെ ബിൽഡ് ചെയ്യാണ്. ഞാനടക്കമുള്ള ആളുകൾക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ പതുക്കെ വൈകി. നമ്മൾ പഠിക്കുമ്പോഴാണ്, കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ പോലും ഈ നെറേറ്റീവ് വന്നുവിടും. ഇപ്പം വന്ന ഈ പുതിയ റിപ്പോർട്ടിൽ എന്താ സൂചിപ്പിക്കുന്നത്? മദ്രസകളുടെ പുതിയ റിപ്പോർട്ടുകൾ ഇപ്പൊ മദ്രസകളോടെ നിരവധി മദ്രസകളുണ്ട്. 2010 തന്നെ ഏതാണ്ട് വലിയ നമ്പർ ഓഫ് മദ്രസകളുണ്ട്. അവിടെയുള്ള സ്കൂൾ എഡ്യൂക്കേഷന്റെ വലിയൊരു ശതമാനം തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മുഴുവനായും തന്നെ ഏതാണ്ട് അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇപ്പൊ കേരളത്തിലെ പോലും സിറ്റുവേഷൻ ഇല്ല. നിങ്ങൾക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ അവിടെ കൊടുക്കാൻ പറ്റണം. കേരളത്തിലെ സ്കൂളുകളെ പോലെ സ്കൂൾ എഡ്യൂക്കേഷൻ ഓരോ സ്ഥലങ്ങളിലും കൊടുക്കാൻ പറ്റണം. അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഗൗതം അറിയേണ്ടത് ഇന്ത്യയെ കുറിച്ച് ആ വിദ്യാഭ്യാസം അവർക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. പൊതുവിദ്യാഭ്യാസം മദ്രസകളിലൂടെ ലഭിക്കുന്നത് പൊതുവിദ്യാഭ്യാസമാണ്. സ്റ്റേറ്റിന്റെ മദ്രസ ബോർഡാണ് ഇത് മാനേജ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ, അല്ലാതെ വേറെ അപ്പുറത്തുള്ള ആരുടെയെങ്കിലും അല്ല. അവിടുത്തെ സിലബസ് എന്താ? സാധാരണ സിലബസ് അവർ പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ അല്ലാത്ത കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ടാവും. മദ്രസ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മളിപ്പോ ചൂഴ്ന്ന് നോക്കിയിട്ടില്ല, പക്ഷെ മദ്രസകളിൽ ഉറപ്പായിട്ടും മതപഠനവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നടക്കുന്നുണ്ടാവും. പ്ലസ് ഈ സാധാരണ സിലബസും പഠിപ്പിക്കുന്നുണ്ടാവും. സാധാരണ സിലബസ് പഠിപ്പിക്കുന്നില്ലെങ്കിൽ മറ്റു മതക്കാരായിട്ടുള്ള ആളുകൾ അവിടെ ജോയിൻ ചെയ്യുകയും അവര് വലിയ ഉന്നതമായിട്ടുള്ള റാങ്കുകളിലേക്ക് വരികയും ചെയ്യും. പ്രശ്നം ഇവിടെ ഉദിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് പൊതുവിദ്യാഭ്യാസം എല്ലാവരും പഠിക്കുന്ന ഒരു പഠനം ഒട്ടും നൽകാതെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്ഥാപനങ്ങളിലൊന്നും പോകാതെ മദ്രസയിൽ മാത്രം പോകുന്ന എത്രയോ ജനങ്ങൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. എന്റെ പൊന്നു ഗൗതം, ഒരു മിനിറ്റ്, ഇതൊക്കെ അങ്ങാട് വെറുതെ ഇപ്പൊ ഇരുന്ന് അങ്ങാട് ഈ ചപ്പടാച്ചി അടിക്കരുത്. പറയാ സമയമുണ്ട്. സമയം എന്താ? ഈ കേരളത്തിൽ എങ്ങനെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തത്? നമുക്ക് ബംഗാൾ വിടാം, നമുക്ക് കേരളത്തിലെ ആളുകളെ കുറിച്ച് പറഞ്ഞു മനസ്സിലായി. എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തത്? എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ വലിയ താല്പര്യം എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തു. സത്യമാണല്ലോ. അങ്ങനെ അവർ വെക്കുന്ന പല സ്ഥലങ്ങളിലും അവരുടെ ആരാധനകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ ബൈബിൾ അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്തിരുന്നു. ഇപ്പോഴും നിങ്ങൾ അറിയേണ്ടത് ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ബൈബിൾ വചനങ്ങളും മറ്റു പല കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചേക്കണത് കാണാം. മനസ്സിലായി? അതേ സ്കൂളുകളിൽ തന്നെ അവർ കാറ്റഗിസം ക്ലാസ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഞായറാഴ്ചകളിൽ നടത്തുന്നുണ്ട്. മറ്റു മതക്കാരോടൊന്നും അത് അറ്റൻഡ് ചെയ്യാൻ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് തന്നെ പള്ളിയുമുണ്ട്, അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. മനസ്സിലായോ? മൂവാറ്റുപുഴ നിർമ്മല സ്കൂൾ മുതൽ ഈ പറയുന്ന പോലെ എറണാകുളത്തുള്ള സ്കൂളുകൾ വരെ എടുത്തു നോക്കിയാൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ പൊതുവായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ കോമ്പൗണ്ടിനകത്ത് ഉണ്ടാവും. അതിനെന്താണ് നമ്മൾ വിചാരിക്കുന്നത്? പിന്നെ അതെന്തുകൊണ്ടാണ് അനുവദിച്ചത്? അത് അനുവദിച്ചത് എന്തുകൊണ്ടാണ്? ആ സമയത്ത് ഗവൺമെന്റിനൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റികൾ എന്ത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്.
കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഫെസിലിറ്റി കൊടുക്കൂ. അപ്പൊ സാറ് പറയുന്നത് എന്താണ്, ഇനിയിപ്പോ ഹിന്ദുത്വ ശക്തികള് ഇതേ മാതൃകയിൽ, മദ്രസ മാതൃകയിൽ അല്ലെങ്കിൽ ഈ മിഷണറി മാതൃകയിൽ ഈ രീതിയിലുള്ള മറ്റേ നമ്മുടെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മൾ അനുകൂലിക്കണോ അതിന്? ഞാൻ പറയുന്നത് ഹിന്ദുത്വ ശക്തികളോടല്ലെന്ന്. പക്ഷെ ഞാൻ പറയുന്നത് ഗൗതം എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ സുവേന്ദു അധികാരി ബംഗാളിലെ ചീഫ് മിനിസ്റ്ററാണ്, അല്ലാതെ ഹിന്ദുത്വ ശക്തിയായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുവേന്ദു അധികാരി, പ്രിയപ്പെട്ട ഈ പറയുന്ന പോലെ നമ്മുടെ യോഗി ആദിത്യനാഥ്, ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ചപ്പടാച്ചി ഡയലോഗൊക്കെ നിർത്തിയിട്ട് നിങ്ങളുടെ സ്ഥലങ്ങളിൽ ബീഹാറിലും ഒക്കെ തന്നെ ഏറ്റവും പാവപ്പെട്ടവനും ഏറ്റവും സാധാരണക്കാരനും പഠിക്കാനുള്ള 250 സ്കൂളുകൾ തുടങ്ങൂ. ഇത് ഓട്ടോമാറ്റിക്കലി പൂട്ടിപ്പോയിക്കോളുമല്ല. നിങ്ങൾ എന്തിനു ഇതിനെക്കുറിച്ച്, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിപ്പോ ഇതിനെക്കുറിച്ച് പൂട്ടിപ്പോകും. അത് പൂട്ടിപ്പോണെന്നാണോ? അല്ല, പൂട്ടിപ്പോണെങ്കിൽ പോട്ടെ, അതിനെന്താ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ തന്നെ ഒരുപാട് ക്രിസ്ത്യൻ മിഷണറിമാരെ അടുത്ത സ്കൂളുണ്ട്, MESന്റെ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. ഫൈൻ. ഗവൺമെന്റ് ഓഫ് കേരള നാളെ VD സതീശൻ പറയാണ്, ഞങ്ങൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതിനേക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, ഇതിനേക്കാൾ ഒട്ടും ഫീസ് മുടക്കാതെ ഞങ്ങൾക്ക് ഗവൺമെന്റ് കോളേജുകൾ കിട്ടും എന്ന് പറഞ്ഞ് 150 ഗവൺമെന്റ് കോളേജ് തുടങ്ങട്ടെ. നമ്മൾ വേണ്ടത് പറഞ്ഞോ? സാധാരണ ഇത് പൂട്ടിപ്പോകില്ലേ? ഗവൺമെന്റ് കോളേജ്, ഇപ്പൊ MESന്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാനായിട്ട് ഞാൻ ചെല്ലുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം? എനിക്ക് 45,000 ഫീസ് കൊടുക്കണമെങ്കിൽ ഇവിടെ ഗവൺമെന്റ് ഓഫ് കേരള ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് ഇത് നടക്കൂലേ? എന്റെ പൊന്ന് തോന്നി ഇതൊന്നും ചെയ്യാൻ പറ്റാതെ കേരളത്തിൽ മാത്രം എത്ര പൊതുവിദ്യാഭ്യാസങ്ങൾ? അല്ല, അതിപ്പോ കണക്കെടുക്കണം, ഞാൻ നോക്കിയിട്ടില്ല, എന്റെ ഉണ്ട് കണക്ക്. അപ്പം പക്ഷെ എന്ന് വെച്ച് മദ്രസകൾ കൂട്ടി പോകുന്നുണ്ടോ? മദ്രസ കേരളത്തിൽ അങ്ങനെ മദ്രസകൾ പൊതുവിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. എന്താ കൊടുക്കാത്തത്? അതിന് ആവശ്യമില്ല. കേരളത്തിൽ മദ്രസ സ്കൂളുകളിൽ മദ്രസ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മദ്രസകളൊന്നും എയ്ഡഡ് അല്ല ഇവിടുത്തെ മതപഠനം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവിടത്തെ ഒരു സിറ്റുവേഷൻ അല്ല ബംഗാളില്. ഇനി വേറെ പറയുന്നത് അത് പൂട്ടിപ്പോകുന്നില്ലല്ലോ. അത് പൂട്ടിപ്പോകണ്ട, അത് പൂട്ടിപ്പോകണമെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. അത് പൂട്ടിപ്പോകണ്ട. അതിപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഭരണഘടനയും അനുവദിക്കുന്ന ഒരു കാര്യമില്ല. അത് നടന്നോട്ടെ. അതിന് നമുക്ക് എന്താ? ഇപ്പൊ നാളെ കാറ്റഗിസം ക്ലാസ് പൂട്ടിപ്പോണോ? വേണ്ട, ആവശ്യമില്ല, അത് നടക്കട്ടെ. പക്ഷെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളിൽ അങ്ങനെ അല്ല സിറ്റുവേഷൻ. അത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ അറിയണമെന്ന്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ താങ്കളോട് പറയാം. എയർടെലിന്റെ ഒക്കെ കമ്പനിയുടെ ഒക്കെ പ്രോഗ്രാംസ് ഉണ്ട്, അറിയോ താങ്കൾക്ക്? നിങ്ങൾ ഒരു പഞ്ചായത്ത് ഫ്രീ ആയിട്ട് സ്ഥലം തന്നോളൂ, ഞങ്ങള് അവിടെ സ്കൂൾ പണിത് കുട്ടികളെ പഠിപ്പിക്കാന്ന് പറയണം. എന്തുകൊണ്ടാ? പഞ്ചായത്തിന് സ്കൂൾ തുടങ്ങാൻ പാടില്ലേ? തുടങ്ങാൻ പറ്റ നമ്മുടെ ഈ കാശില്ല. അതുകൊണ്ടാണ് CSR പോലെയല്ല. എയർടെലിന്റെ CSR എന്ന ഫണ്ട് എടുത്താണ് അവർ ചെയ്യണേ. പക്ഷെ എയർടെലിന്റെ വലിയ പ്രൊജക്റ്റാണത്. ആ പ്രൊജക്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇന്ത്യ മുഴുവൻ പിടിച്ചുലക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. 100 കണക്കിന് സ്കൂളുകളുണ്ട്. ആ 100 കണക്കിന് സ്കൂളുകളിൽ നിന്ന് പഠിച്ചിട്ട് വരുന്ന കുട്ടികൾക്ക് വലിയ വിദ്യാഭ്യാസമാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അവർ IIT-കളിലടക്കം പഠിക്കുന്ന കുട്ടികളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് വെച്ചാൽ, നാളെ അവർ പറയാണ് എയർടെലിന്റെ ബോർഡ് അവിടെ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എയർടെലിന്റെ ബോർഡ് അവർ വെക്കും. ഇവിടെ ഹിന്ദുത്വ ശക്തികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സാറേ. അതിന് നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളതാണ്. മദ്രസ വിദ്യാഭ്യാസം നൽകുന്നു, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മിഷനറിമാർ അവരുടെ വിദ്യാഭ്യാസം നൽകുന്നു. ഹിന്ദുത്വ ശക്തികൾക്ക് എന്തുകൊണ്ട് അത്തരത്തിലൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനം നിർമ്മിച്ചുകൂടാ? അതിനെ അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്? അല്ല, നിങ്ങൾ നിർമ്മിച്ചോളൂ. അതിന് ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ശാഖയിൽ എല്ലാ ദിവസവും വിളിച്ച് ക്ലാസ് കൊടുക്കാൻ തീരുമാനിക്കും. ഇത് ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ ഇവിടെ RSSന്റെ ശാഖകളും ഹിന്ദുത്വ ശക്തികളും ബജരംഗതകളും ഒക്കെ ശാഖ നടത്തുന്നില്ലേ? അല്ലെങ്കിൽ വേറെ അവരുടെ ഓഫീസുകൾ നടത്തില്ലേ? അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നില്ലേ? ഇപ്പൊ ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു? വേണ്ടത് ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഇതിലൊരു കോമ്പറ്റീഷൻ ഉണ്ട് സുഹൃത്തെ, അത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളിപ്പോ എന്തുകൊണ്ടാണ് രാജഗിരി പോയി പഠിക്കണമെന്ന് പറഞ്ഞാൽ, രാജഗിരി നല്ല ക്വാളിറ്റിയോടുകൂടി ആ സാധനം നടത്തുന്നതുകൊണ്ടാണ്. അത് നടത്താൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല. നാളെ എയർടെലിന്റെ ബോർഡ് കാണും എന്ന് പറഞ്ഞ് നമ്മൾ എയർടെലിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് കേരളയും ഗവൺമെന്റ് ഓഫ് ഈ പറഞ്ഞ പോലെ വെസ്റ്റ് ബംഗാളും ഒക്കെ അത് നടത്തണം. അല്ലാതെ ഈ ഞാൻ ചോദിക്കുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ. ഈ നമ്മുടെ സുവേന്ദു അധികാരിക്കും ഒക്കെ അറിയാം ഈ കാര്യങ്ങൾ മുഴുവൻ. പക്ഷെ ഇപ്പൊ നടത്തുന്ന ഈ പറയുന്ന സർവേ ഇതൊക്കെ പറയുന്നതും ഓട് ബംഗ്ലാദേശികളെ ഓടുന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെ ആളുകളുടെ കയ്യടി നേടാനും ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ നടപ്പിലാക്കിയതുപോലെ തന്നെ കൃത്യമായ ഒരു ധ്രുവീകരണം നടപ്പാക്കാനുള്ള പദ്ധതിയാണ്, രാഷ്ട്രീയ പദ്ധതിയാണ്. അല്ലാതെ അതിന്റെ പിന്നിൽ വിദ്യാഭ്യാസവുമില്ല. ഇത് മദ്രസകൾ പൂട്ടണമെന്ന് പറയുന്ന കാര്യമോ അല്ലെങ്കിൽ അതിൽ നിന്ന് ജനത്തെ മോചിപ്പിക്കണമെന്ന് പറയുന്ന കാര്യമില്ല. പിന്നെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ബംഗാളിലെ മദ്രസ എഡ്യൂക്കേഷൻ ബോർഡിനെ അങ്ങനെ കാണരുത്. മദ്രസ ബോർഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അതിന്റെ കീഴിൽ എയ്ഡഡ് ആയിട്ടുള്ള മദ്രസകളുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ തന്നെ 2010 വരെയുള്ള കണക്കുകൾ കിട്ടും. അപ്പൊ അത്തരത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണത്. അവിടെ നിന്ന് നിരവധി മറ്റു അത് എല്ലാവർക്കും ഓപ്പണുമാണ്. നിലവിൽ ഇപ്പം നടക്കുന്നത്. ഇല്ല, സത്യത്തിലൊരു കാര്യം പറയട്ടെ.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ നടക്കുന്ന അത്രയും മോശപ്പെട്ട സിലബസോ കാര്യം അവിടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. എന്താ കാര്യം? 100 കുട്ടികൾ വന്ന് ജോയിൻ ചെയ്യുന്നു, അതിൽ 20 കുട്ടികൾ ഹിന്ദുക്കളാണെങ്കിൽ അവരോടും കൂടി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പുറത്താരും അറിയൂലേ? സത്യത്തിൽ ഇപ്പൊ കേരളത്തിലെ മദ്രസകളിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കോ ഗൗത്തിലോ അറിയാൻ പാടില്ല. അറിയാമോ? ഇല്ലേ? ഇല്ല. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ ഇത് ഓപ്പണാണ്, ഓപ്പൺ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്കും വന്ന് ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾ ആരെങ്കിലും വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാതിരിക്കാൻ പറ്റും ഇത്. അപ്പൊ അതുകൊണ്ട് അവിടെ നടക്കുന്ന പ്രോപ്പർ എഡ്യൂക്കേഷൻ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. സാർ പറഞ്ഞു വരുന്നത് ഓപ്പൺ ആക്കണം എന്നാണ്. ഏതാ ഇവിടെ നടക്കുന്നത് അറിയില്ല. ഇവിടെ നടക്കുന്നത് അറിയണ്ടല്ലോ. കാരണം ഇവിടെ നമ്മൾ അയ്യോ ഗൗത അങ്ങനെയല്ല പറഞ്ഞു തന്നാ മതപഠനം എന്തിനാ ഓപ്പൺ ആക്കുന്നത്? ഇവിടെ നടക്കുന്ന മദ്രസകൾ എന്ന് പറയുന്നത് മതപഠനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അവിടെ അത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഓപ്പൺ ആക്കി കൊടുക്കുന്നത്. നമ്മളിവിടെ അത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമല്ല. അങ്ങനെ ഒരു ആവശ്യം നമുക്കില്ല അവർ ഓപ്പൺ ആക്കണമെന്ന്. പറഞ്ഞത് മനസ്സിലായ? ഇവിടെ 1 മുതൽ 10th വരെ പഠിക്കാൻ നമുക്ക് വേറെ സ്കൂളുകളുണ്ട്. അതിന് നമ്മൾ അപകടം എന്നുള്ളതാണ് ചോദ്യം. അപകടം എന്താ ഉള്ളത്? എന്താ അപകടമുള്ളത്? നാളെ ഇവിടെ 1 മുതൽ 10 വരെ പഠിക്കാനായിട്ട് MSc സ്കൂളിൽ പോണതും, നാളെ 1 മുതൽ 10 വരെ പഠിക്കാനായിട്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പോണതും, ഇനി SNDP സ്കൂളിൽ പോണതും NSS സ്കൂളിൽ പോണതും ഒരുപോലെ തന്നെ. ഒന്നും അപകടമൊന്നുമില്ല. ഈ ഞാൻ പറയുന്ന അപകടത്തെ കാര്യത്തിലാണ്. അത് ഈ രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണത്തിനുള്ള ഒരു അജണ്ട മാത്രമാണിത്. ഇനി അവര് കണക്ക് പുറത്തോട്ട് വിടും. ഈ കണക്ക് പുറത്തോട്ട് വിടുമ്പോൾ ഞാൻ ഇപ്പോഴേ പറയാം ഗൗതത്തിനോട്, കണക്ക് പുറത്തോട്ട് ഇത്രയും മദ്രസകളിലായിട്ട് എന്ത് 2010 തന്നെ അവിടെ 5 ലക്ഷം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അല്ല 5 ലക്ഷം അല്ല, 10 ലക്ഷത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. 4 ലക്ഷത്തിലപ്പുറം ലേഡീസും അതുപോലെ ഗേൾസും 4 ലക്ഷത്തിലപ്പുറം ബോയ്സും പഠിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടുത്തെ മദ്രസ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസമാണ്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ അത്തരത്തിലുള്ള സ്കൂളുകളാണ്. അവർക്ക് ഗവൺമെന്റ് എയ്ഡും കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോ 2 കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ആദ്യം തന്നെ ഈ കണക്ക് പുറത്തേക്ക് വിടും. അപ്പൊ ഇന്ത്യ മുഴുവൻ ഒരു പ്രചരണമാകും. രണ്ടാമത്തെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കുള്ള എയ്ഡുകൾ പലതും കട്ട് ചെയ്യും. അപ്പൊ കുട്ടികൾ കഷ്ടത്തിലാവും. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു, ഇനി കഷ്ടത്തിലാക്കണമെങ്കിൽ ആക്കിക്കോ, നിങ്ങൾ വേറെ സ്കൂൾ തുടങ്ങാം ആദ്യമേ. നിങ്ങൾ അത് ചെയ്യാതെ ഈ മറ്റേ തരികിട പണി മാത്രം ചെയ്യല്ലേ എന്നുള്ളതാണ് എനിക്ക് ആരോടും പറയാനുള്ളത്. നിങ്ങൾ എയർടെലിനെയും പറഞ്ഞുവിടൂ, എല്ലാവരും പറഞ്ഞുവിടൂ, കുഴപ്പമില്ല. ഇതുപോലെയുള്ള എല്ലാവരും പറഞ്ഞുവിടൂ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഗവൺമെന്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നല്ല വേൾഡ് ക്ലാസ് ഫെസിലിറ്റിയോടുകൂടി വിദ്യാഭ്യാസം കിട്ടും. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ പോലെ എല്ലാവരും ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് വരും. എന്നിട്ട് പൂട്ടിയിട്ടില്ലെന്ന് അവര് പൂട്ടിക്കോളൂല്ല. അവിടെ ആളുണ്ടാവോ? ഇപ്പൊ ഡൽഹിയിൽ കേജ്രിവാളിന്റെ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാൻ ആളുകൾ റെഡിയാണ്. കാരണം എന്താണ്? അവിടെ നല്ല എഡ്യൂക്കേഷൻ. പിന്നെ 40,000 രൂപ 1 ലക്ഷം രൂപ ഫീസ് കൊടുത്തിട്ട് ഏതെങ്കിലും കുട്ടി സ്കൂളിൽ പഠിപ്പിക്കുമോ? ഇവിടെ ഇപ്പൊ CBSE സ്കൂളിൽ പഠിക്കണമെങ്കിൽ ഏതാണ്ട് 50,000-നും 1 ലക്ഷത്തിനോടൊക്കെ ഫീസ് കൊടുക്കണം ഒരു കൊല്ലം. എന്തിനാ കൊടുക്കും ആരെങ്കിലും?